അവരെല്ലാം വന്ന് അങ്ങനെ തെറിവിളിയായിരുന്നു. ഞാനപ്പോഴും ആ നട അങ്ങോട്ട് കയറി പേടിച്ചിട്ട് അടിക്കും എന്നുള്ള എനിക്ക് ഇല്ല എല്ലാം ഉണ്ട്, റെക്കോർഡിംഗ് ഉണ്ട്, ആരടിച്ചെന്നുള്ള റെക്കോർഡിംഗ് ഉണ്ട്. എന്നെ വന്ന് എൻ്റെ മുഖത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അടിക്കാനായിട്ട് ഇവരെല്ലാം. പക്ഷേ പെട്ടെന്നായിരുന്നു അറ്റാക്ക്. എല്ലാം വേണം. ഇവിടുത്തെ യൂണിയൻകാരെല്ലാം കൂടെ എന്നെ ഇവിടെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ വന്ന് അടിക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഭീഷണിയിൽ പറയാറുണ്ട്, നീ എപ്പോഴും ഇവിടെ ഉണ്ടാകാറില്ല, അത് നീ ഓർമ്മ വേണം, നിൻ്റെ വണ്ടിയും കടയെല്ലാം ഇവിടെയാണ് ഇരിക്കുന്നത്. ഒരു സാധാരണക്കാരന് ഇങ്ങനെ ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് ആദ്യമായിട്ടാണ്. ജീവിക്കാൻ നിർത്തിയില്ലാതെ യൂണിയൻകാരന്മാരൊക്കെ നിരന്തരം ഭീഷണിയുണ്ട്, നീ അല്ലെങ്കിൽ ഇവിടെ നിർത്തിട്ട് പൊയ്ക്കോ, ഇവിടെ നീ. നമസ്കാരം ചേട്ടാ. ഇപ്പോൾ ഈ യൂണിയൻകാരായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു. ഇപ്പോൾ സ്ഥാപനം നടത്തുകയാണ്. അപ്പോൾ യൂണിയൻകാർ വരാൻ ലേറ്റായെന്നോ വിളിക്കാൻ ലേറ്റായെന്നോ പറഞ്ഞ് ഇവിടെ കടയിൽ കയറി ചേട്ടനെ മർദ്ദിക്കുകയുണ്ടായി. അപ്പോൾ അതേ തുടർന്ന് ഹോസ്പിറ്റലും ആയിട്ടുണ്ട്. അതിൻ്റെ പാടൊക്കെയാണല്ലോ മുഖത്ത് ഈ സൈഡിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ അത് എന്താണ് യഥാർത്ഥ സംഭവം? എന്താണ് സംഭവം? ഞാൻ ഏകദേശം 2 വർഷത്തോളമായി എൻ്റെ ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട്. അതായത് നെറ്റ് വേലി, അതായത് മുള്ളുവേലിക്ക് പകരം ചെയിൻ ലിങ്ക് നിർമ്മാണം ആണ് ഫസ്റ്റ് തുടങ്ങിയത്. അത് വെച്ചിട്ട് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ആകാതെ വന്നപ്പോൾ ഞാനൊരു വേലി പോസ്റ്റ് ഇത് കാണാൻ പറ്റുന്നുണ്ട്, വേലി പോസ്റ്റ് നിർമ്മാണം കൂടെ തുടങ്ങിയപ്പോഴാണ് അവർക്ക് ഇവിടുത്തെ യൂണിയൻ തൊഴിലാളികളെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന കുറച്ച് പേര് വന്നു. ഇത് നമ്മളാണ് ഇതിൻ്റെ ആൾക്കാർ, ഓണത്തിനാണ് വന്നത്. ഓണത്തിന് വന്ന് അതുകൊണ്ട് നമുക്കതിനുള്ള കാശ് തരണം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എത്രയാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് കേട്ടു. അപ്പോൾ പറഞ്ഞു 25,000 രൂപ വേണമെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും തരാനുള്ള സാഹചര്യം ഇല്ല. കാരണം ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് തുടങ്ങിയത്. കൂലിപ്പണി ചെയ്തുകൊണ്ട് നടന്ന ഞാനാണ്. വലിയ കടബാധ്യതയോടെയാണ് ഞാൻ തുടങ്ങിയത്. ഒരു 5,000 രൂപ തരാം എന്ന് പറഞ്ഞു. പക്ഷേ അവർക്കത് പോരാ. അതിലൊരു ഡൗട്ട്. ഇപ്പം ഓണത്തിന് ആ സമയത്താണോ ഈ പ്രശ്നം തുടങ്ങിയത്? ഓണത്തിനും 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഈ പ്രശ്നം തുടങ്ങിയത്. അതെ. ഈ ഇപ്പോൾ സ്ഥാപനം തുടങ്ങിയിട്ട് 2 വർഷത്തോളം, 1.5 വർഷത്തോളം. പ്രശ്നം തുടങ്ങുന്നത് ഓണത്തിന്റെ ആ സമയത്താണ്. ഏത് പാർട്ടിക്കാരാണ്? മൂന്ന് പാർട്ടിക്കാരും എല്ലാവരും ഉണ്ട്. അങ്ങനെ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ തരാൻ ഒക്കത്തില്ല. അങ്ങനെ വന്നപ്പോൾ പറഞ്ഞു ശരി, ഞങ്ങൾ ഇറക്ക് മാത്രം, വരുന്ന സാധനം ഇറക്കുന്നതിനുള്ള തരാം, കയറ്റുന്നത് എനിക്ക് കയറ്റാനുള്ള അവകാശം തരണം. അത് പറ്റില്ല, അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ നിരന്തരം ഭീഷണിയുണ്ട്, നീ അല്ലെങ്കിൽ ഇവിടെ നിർത്തിട്ട് പൊയ്ക്കോ, ഇവിടെ നീ കയറ്റുന്നതിനും വേണം. അപ്പോൾ ഇല്ല, അങ്ങനെ ഇല്ല. സാധാരണ മറ്റ് ഷോപ്പുകളിലൊന്നും അങ്ങനെ ഇല്ല, ഇറക്കുന്നത് മാത്രമേ ഉള്ളൂ. അവരാണ് അവിടുത്തെ തൊഴിലാളികളാണ് കയറ്റുന്നത്. അതും അല്ല, ഞാനാണ് ഇവിടെ ചെയ്യുന്നത് കൂടുതലും. എന്നെ കൂടെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ പണിക്കാരോട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഞാനാണ് ഇറക്കുന്നതും കയറ്റുന്നതല്ല. അത് വേണമെങ്കിൽ CCTV ക്യാമറ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ഇവരൊക്കെ വന്നിട്ട് വെറുതെ നിൽക്കുകയാണ്? ഇല്ല, ഇവർ വരും. ഞാൻ ചില സമയങ്ങളിൽ മൊത്തം ഇറക്കി തീരുമ്പോഴോ അല്ലെങ്കിൽ കയറ്റി തീരുമ്പോഴോ വരാറുണ്ട്. ഞാൻ വേറെ പ്രശ്നമൊന്നും വേണ്ട എന്നുള്ള ലെവലിൽ കാശ് കൊടുക്കാറുമുണ്ട്. അവർ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതുപോലെ ഈ യൂണിയൻകാരായിട്ടൊരു പ്രശ്നം വേണ്ട എന്ന് സ്വാഭാവികമായിട്ടും എല്ലാവരും വിചാരിക്കും. എനിക്ക് എൻ്റെ വീട് ഇവിടെ നിന്ന് 3-4 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ നമ്മൾ മറ്റൊരിടത്ത് വന്നിട്ട് വേറൊരു പ്രശ്നം വേണ്ട, എന്നെ അങ്ങനെ ഒരു സ്ഥാപനം നീ എപ്പോഴും ഇവിടെ ഉണ്ടാകില്ല, ഇടയ്ക്കിടയ്ക്ക് ഭീഷണിയിൽ പറയാറുണ്ട്, നീ എപ്പോഴും ഇവിടെ ഉണ്ടാകാറില്ല, അത് നീ ഓർമ്മ വേണം, നിന്റെ വണ്ടിയും കടയെല്ലാം ഇവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു ഭീഷണി വരാറുണ്ട്. അങ്ങനെ ഒരു ഭീഷണിയുണ്ട്. എല്ലാവരും കൂടെ തന്നെയാണ് അങ്ങനെ ഭീഷണിപ്പെടുത്താറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഏരിയയിൽ ഞാൻ ഒരു ലോഡിംഗ് തൊഴിലാളിയാണ്, എനിക്കും ലേബർ കാർഡുള്ളതാണ്, ഞാനൊരു CAT തൊഴിലാളിയാണ് എന്ന് പറഞ്ഞു. അത് നമുക്കറിയേണ്ട കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. ഞാൻ ഫസ്റ്റിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് നോക്കിയത് തമിഴ്നാടാണ്. എൻ്റെ തമിഴ്നാട് ബോർഡറാണ് നമ്മുടെ വീട്. പക്ഷേ അങ്ങനെ ഒരു സ്ഥലം കിട്ടിയില്ല. നമുക്ക് ഇതുപോലെ കടയൊക്കെ ഏറ്റെടുക്കണമെങ്കിൽ നല്ല കാശാവും. പക്ഷേ ഇത് കടയോടെ ഇങ്ങനെ കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇത്രത്തോളം ഒരു സാധാരണക്കാരന് ഇങ്ങനെ ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് ആദ്യമായിട്ടാണ്. നമ്മൾ ഒരുപാട് ന്യൂസിലും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്, നമുക്ക് ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല. എന്നിട്ടിപ്പം അത്
ആ ഒരു പൈസ ചോദിച്ചതിന് ശേഷം കൊടുക്കില്ല എന്ന് പറഞ്ഞല്ലോ. കൊടുക്കില്ല എന്ന് പറഞ്ഞെങ്കിലും പൈസ കാശ് കൊടുത്തില്ല. ഞാൻ 25,000 കൊടുത്തില്ല. 25,000 കൊടുത്തില്ല. അപ്പോഴപ്പോഴാണ് വന്നിട്ട് കാശ് വാങ്ങാറുണ്ട്. ലോഡ് ഇറക്കുമ്പോഴും കയറ്റുമ്പോഴും വന്ന് കുറേ തെറി വിളിക്കാറുണ്ട്. ഞാൻ അല്ല, നിങ്ങൾക്ക് ആ കാശല്ലേ വേണം ഇപ്പോൾ കയറ്റി എൻ്റെ ഞാൻ തരാം എന്ന് പറഞ്ഞ് കൊടുത്ത് വിടാറുമുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ മെനിഞ്ഞാന്ന് ഇങ്ങനെ ലോഡ് വന്നതും ഇറക്കി തീർന്നു. ഇവിടെ ഇട്ട് ഇറക്കി തീർന്ന് നമ്മൾ കയറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു പാർട്ടി മകളുമായിട്ട് വന്നത്. ഇവിടെ മകളെ കൊണ്ട് ഇവിടെ വിട്ട് നമ്മളെ വണ്ടി തടഞ്ഞു നിർത്തി. നീ അവിടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നില്ല, വണ്ടി എടുക്കാൻ സമ്മതിച്ചില്ല. ലോഡെല്ലാം ഇറക്കി തീർന്നു. നമ്മൾ അകത്ത് കയറ്റിക്കൊണ്ട് നിന്നപ്പോഴാണത്. നീ വണ്ടിയുടെ ഫ്രണ്ടിൽ നിൽക്ക്, വണ്ടി വിടരുതെന്ന് പറഞ്ഞു. നമ്മളത് അകത്ത് കയറ്റിക്കൊണ്ടിരുന്നപ്പോൾ വന്ന് കമ്പിയിൽ പുള്ളി ചവിട്ടി. മറ്റു ലോഡിംഗുകാരെ വിളിച്ചിട്ട് വണ്ടി കമ്പിയിൽ ചവിട്ടി പിടിച്ചിരുന്നു. അവരെല്ലാം വന്ന് അങ്ങനെ തെറിവിളിയായിരുന്നു. ഞാനപ്പോഴും അങ്ങോട്ട് കയറി പേടിച്ചിട്ട് അടിക്കും എന്നുള്ള എനിക്ക് അതെ സംശയമുണ്ട്. അങ്ങനെ കയറിയതാണ്. അപ്പോൾ ഒരാൾ മാത്രം കണ്ണൻ എന്ന പേര് വിളിക്കുന്ന നിജു എന്ന് പറയുന്ന BMS തൊഴിലാളിയാണ്. പുള്ളി മാത്രം വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. നടന്ന് അടുത്തോട്ട് വന്നപ്പോൾ ഞാൻ പുറകിലോട്ട് പോയി. പുള്ളി സംസാരിക്കാതെയാണ് നിന്നത്. അപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അടിക്കുമോ എന്ന്. എന്നാൽ ഇതൊരിക്കലും അങ്ങനെ അടിച്ചിട്ടില്ല. അടിക്കാനായിട്ട് വന്ന് തെറിവിളിയൊക്കെ വന്ന് എൻ്റെ മുഖത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അടിക്കാനായിട്ട് ഇവരെല്ലാം. പക്ഷേ പെട്ടെന്നായിരുന്നു അറ്റാക്ക്, പ്രതീക്ഷിച്ചില്ല. വലിച്ച് വിട്ട് കിട്ടി. പക്ഷേ കഴുത്ത് നനക്കാൻ പറ്റുന്നില്ല. പിടിച്ചു, ഷട്ടിൽ പിടിച്ച് വലിച്ച് ഇവിടെ വീണു. മുറ്റത്ത് വീണു. അവിടെ ഇട്ടാണ്. പിന്നെ അറിയില്ല എനിക്ക് ഈ അടി. അവിടെ ഒരാളെ ഉള്ളായിരുന്നത്? രണ്ടുപേരുണ്ടായിരുന്നു. അവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. ഈ വന്ന ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും അടുത്തുണ്ടായിരുന്നു. പുള്ളി മാത്രം ഫ്രണ്ടിലോട്ട് വന്നുകൊണ്ടിരുന്നു. അത് അടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പ്ലാനിങ് ആയിട്ടാണ് വന്നത്. അതെ അതെ. അടിച്ചിട്ടാണോ? ഈ അടിച്ചു പിടിയായിരുന്നു. ഇങ്ങോട്ടതാണ് ഇവിടെ ഇട്ട് അപ്പോഴാണ് ഈ അടിയോടെ തന്നെ എനിക്ക് കണ്ണ് കേട് പറ്റിയ കണ്ണാണ്. ഒരു കണ്ണ് പ്രശ്നമുണ്ടല്ലേ? ഈ വലത് കണ്ണാണ് പ്രശ്നം. വലത് കണ്ണ് കാഴ്ചയില്ല. അതെ അതെ, കാഴ്ചയില്ലാത്തതാണ്. അത് സ്റ്റിച്ച് ഉണ്ട് കണ്ണിൽ ഇപ്പോഴും. 2 ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അത് ശരിയാ. അപ്പം ഇവിടെ വന്ന് വീണു. പിന്നെ ഒന്നും കിട്ടി, അടി കിട്ടി. എനിക്കിപ്പം കഴുത്ത് തിരിക്കാൻ പാടില്ല. കഴുത്തിന് നല്ല വന്നു, പക്ഷേ അറിഞ്ഞില്ല അതൊന്നും. ഇപ്പോഴാണ് നല്ല വേദന. ഇനി നാളെ ഹോസ്പിറ്റലിൽ പോകണം. അതെ, ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇന്നലെ ഡിസ്ചാർജ് ആയി വന്നത്. അത്രയും കാശ് വേണ്ടേ? നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. വണ്ടി വന്നോട് ഒരുപാട് സമയം കിടന്നിട്ടുണ്ട്. നിങ്ങൾ ആരും വന്നില്ല. എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമല്ല. അല്ല വിളിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ചോദിക്കും, വന്നവരടുത്ത് ചോദിക്കും. വിളിക്കാനൊന്നും പറഞ്ഞിട്ടില്ല.
ഞങ്ങൾക്ക് രാത്രിത്തോട്ട് കളിക്കരുത്. എവിടെ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഞാൻ അവിടെ വന്നവരടുത്ത് കാക്കി അല്ലെ നിങ്ങൾ എന്നെ അടിച്ചിട്ട് പോയി. വന്നവരടുത്ത് അതാ ഉണ്ടായിരുന്നല്ല എന്ന് പറഞ്ഞ വന്ന് വിളിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ആരോ പറഞ്ഞു അല്ല കേള് വണ്ടി ഒന്ന് ഇവിടെ അരമണിക്കൂർ കടന്നിട്ട് തന്നെ ഇറക്കിയത്. മഴയും പറഞ്ഞു നമുക്ക് എനിക്ക് ഇറക്കിയാൽ പറ്റും. ഇല്ല ഓ എനിക്ക് കൊണ്ടുപോകണമെന്നില്ല. ആയിക്കോട്ടെ. എന്ത് നിങ്ങൾ എന്തിനാണ് ഉദ്ദേശം? നിങ്ങൾക്ക് പിന്നെ ഇറക്ക വേണ്ട, കയറ്റി മതി, കാട് പോലെ എല്ലാം വേണം. എന്തൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാ റെക്കോർഡിംഗ് ആണ്, ഓർമ്മ ആണ്. എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അടിച്ചത്, ഞാൻ തന്നെ അടിച്ചേ. എന്നെ അടിച്ചല്ലേ? ബാക്കിൽ നിന്ന് കണ്ടിട്ട് പറയണം. കണ്ടാ ഞാൻ കാണിച്ചു തരാം. എല്ലാം കാണിച്ചു തരാം. ഞാൻ എല്ലാം കാണിച്ചു തരാം. ആ ശരി ശരി. ഓ ആയിക്കോട്ടെ. പോയി അടുത്ത് അളഞ്ഞു വന്നപ്പോഴേ എനിക്ക് തോന്നി അടിക്കാനാണെന്ന്. അടി ഓ ജീവിക്കാൻ നിവർത്തിയില്ലാതാ യൂണിയൻകാരന്മാരെ. ആ ശരി ആയിക്കോട്ടെ. ഞാൻ ഇല്ല എല്ലാം ഉണ്ട്, റെക്കോർഡിംഗ് ഉണ്ട്. ആരടിച്ചെന്നുള്ള റെക്കോർഡിംഗ് ഉണ്ട്. എന്നെ നിന്നതിനെ കയറി പിടിച്ചതാണ്, ഓർമ്മ വേണം. ആ ശരി ആയിക്കോട്ടെ. എല്ലാം ഉണ്ട്, എല്ലാ റെക്കോർഡിംഗ് ഉണ്ട്. എൻ്റെ ഫോണിൽ എല്ലാ റെക്കോർഡിംഗ് ഉണ്ട്. ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളും അറിയുന്നതിന് വേണ്ടി വെള്ളറുടെ കാട്ടാക്കട റൂട്ടിൽ ഞാൻ ചെറിയൊരു സ്ഥാപനം ഉണ്ട്. എൻ്റെ വാലി പോസ്റ്റ് നെറ്റ് ഇത് നിർമ്മിക്കുന്നതിനായിട്ടുള്ള ഇവിടുത്തെ യൂണിയൻകാരെല്ലാം കൂടെ എന്നെ ഇവിടെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ ഇതാ വന്ന് അടിക്കുകയും ഒരു വർഷം കൊണ്ട് എന്നെ കടന്ന് കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. അടിച്ചു. ഇതിനൊരു തീരുമാനം എല്ലാവരും എല്ലാ ചാനലുകാർക്കും ഞാനിത് ഫോർവേഡ് ചെയ്യുന്നതാണ്. ചാനലുകാരെല്ലാം ഇതിനൊരു തീരുമാനം എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇവര് മർദ്ദിച്ച് ആ ഒരു സംഭവത്തിൽ പിന്നെ എന്താണ് സംഭവിച്ചത്? അതിന് ശേഷം പിന്നെ എന്താണ് സംഭവിച്ചത്? വന്ന് വീണ് എല്ലാവരും കൂടെ പിടിച്ചു. എൻ്റെ ജോലിക്കാർ തന്നിപ്പുണ്ട്. അവർ ഓടി വന്നു, അയാളെ പിടിച്ച് തള്ളി അടിക്കാൻ പോയി. ഉടനെ അവർ പറഞ്ഞു എന്തിൻ്റെ അടിച്ചത്. നമ്മൾ അവർക്ക് അവർ ശ്രദ്ധിച്ചില്ല ക്യാമറയുടെ കാര്യം. എന്തിണ്ടാ നീ എന്നെ സംസാരിച്ചുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് എന്തിനാ അടിച്ചേ, വെട്ടത്തി എടുത്ത് എന്തിനു വെട്ടാൻ വന്നേ എന്നായി സംസാരം. ഞാൻ പറഞ്ഞു ഇതാ എൻ്റെ ഇല്ലല്ല, ഞാൻ പോക്കറ്റിൽ ക്യാമറ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പിടിയോടെ ഇത് തെറിച്ചു പോയി. പക്ഷേ CCTV ഉണ്ടായിരുന്നു. ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. ക്യാമറ ഓൺ ആക്കി വരുമ്പോഴെല്ലാം ഇവരെന്ന് തുടക്കത്തോട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എൻ്റെ മൊബൈൽ എടുക്കാറുണ്ട് ഞാൻ. കാരണം നമുക്ക് വേണ്ടേ, കാരണം എന്താണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം റെക്കോർഡിംഗ് ആണ്. അതെ, നിങ്ങൾ ആ ബാക്കിയോടെ ഇറക്കി ഞാൻ 3-2 പൈസ തരാം. ഇറക്കിയതിൻ്റെ കാര്യം തന്നെ പറഞ്ഞ 3-2 കമ്പി വന്നു, അതിൻ്റെ ഇറക്കി നിങ്ങൾ 3-2 പൈസ തരാം. ഇറക്കി പറയേണ്ട കാര്യമല്ല. അവന് പറഞ്ഞു പല പ്രാവശ്യം പറഞ്ഞു, പിന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ കാണുന്നില്ല. ഇല്ലെങ്കിൽ നമ്മൾ കാണാൻ ശ്രമിക്കും, നമ്മൾ നോക്കും. ചിലപ്പോൾ നീ കൊണ്ടുപോകായിരിക്കും, നമ്മൾ കാണുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ കണ്ടെടുത്ത് ഇവിടെ കൊണ്ടുപോകും. കാണുന്നുണ്ട്, ഒരാൾ കാണുന്നുണ്ട്. ആര് എല്ലാവരും കാണുന്നുണ്ട്. നമ്മൾ ആരാധിക്കുന്ന ദൈവം എല്ലാം കാണുന്നു. അവരെന്തിരി നിങ്ങൾ ഇറക്കി കുഴപ്പമില്ല. ഇറക്കി അതിൽ കൂടെ വയ്ക്കാനെന്ന് പറയാം. ബൈജു അങ്ങ് അപ്പുറത്ത് വയ്ക്കാൻ പറയാം. അത് പകരത്തിന് വന്നതാണ്. തിരിച്ചെനിക്ക് ബാക്കി മറ്റേ ഒരു ചാക്ക് സിമെന്റ് എടുത്തു, ഒരു ചാക്ക് സിമെന്റ് ബൈക്കിൽ നിങ്ങൾ കയറ്റിക്കൊണ്ടാണ്. നിങ്ങൾ അതിന്റെ പൈസ അവിടെ നമ്മൾ 5 രൂപ ആ കൊടുക്കും കടയ്ക്ക്. അവരെടുത്ത് അവർ യൂണിക്കാർക്ക് കൊടുക്കുമായിരിക്കും. 5 രൂപ എഴുതി എടുക്കും. 5 രൂപ
പെട്രോൾ പമ്പിന്റെ നോക്കി ദേവന്റെ കടയിൽ തോട്ടണവനാണ് ഞാൻ. ഇറക്ക് മാത്രമേ ആവണുള്ളൂ. ലോഡിങ് കാര്യം ഇറക്ക് മാത്രമേ ഉള്ളൂ. കയറ്റി പണിക്കാരാണ് തരുന്നത്. കടയിൽ നിൽക്കുന്ന സ്റ്റാഫാണ് തരുന്നത്. പറയണ കേക്കി ലോഡിങ് കൂലി എഴുതി വാങ്ങിക്കും. എന്നിട്ട് കടക്കാരനാണ് എടുക്കുന്നത്. ലോഡിംഗുകാർക്കല്ലല്ലോ കൊടുക്കണത്. അതുപോലെ നിങ്ങൾ അതുപോലെ വാങ്ങണ എടുത്താൽ നമ്മൾ ലോഡിംഗുകാർക്ക് കൊടുക്കണ്ട. നിങ്ങൾ വെച്ചോണ്ടാവും. ലോഡിംഗുകാർക്ക് ഒരു പൈസ കൊടുക്കണ്ട. അപ്പുറത്ത് വയ്ക്കാൻ പറഞ്ഞു. മനസ്സിലായി? ലോഡിംഗുകാർക്ക് കൊടുക്കണ്ട, നിങ്ങൾ വെച്ചോണ്ടാവും. അതാ ഇന്ന് ഞാൻ മറ്റു ചാനലിൽ കൊടുത്തിരുന്നു, അവർ ഇട്ടിട്ടുണ്ട്. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് അവർ കേസെടുത്തുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഒരു പോലീസ് ഇവിടെ വന്നായിരുന്നു. വന്നു. അപ്പോഴും ഞാൻ പോയി, നേരെ ഹോസ്പിറ്റലിലാണ് പോയത്. സ്റ്റേഷനിൽ പോയി പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. ഞാൻ പോയി വന്ന് ഹോസ്പിറ്റലിൽ വന്ന് എല്ലാം എഴുതി എടുത്തിട്ട് പോയി. FIR ഇട്ടു എന്നറിയാം. പക്ഷേ പിന്നെ വേറെ ഒന്നും ഒരു തീരുമാനമില്ല. പാർട്ടിക്കാരായതുകൊണ്ടാണ്. പാർട്ടിക്കാരായതുകൊണ്ട് സാധാരണക്കാരനൊരു തന്നെ ഒരാൾക്ക് ഇവിടെ ഒരു കടയും കൊണ്ട് ജീവിക്കണ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇല്ല അവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ തമിഴ്നാട്ടിലോട്ട് പോകാം, എനിക്ക് നിങ്ങൾ നീ എവിടെയോ കൊണ്ടുപോയിക്കോ, നമുക്കറിയണ്ട. ഇവിടുത്തെ ലോഡിംഗ് തൊഴിലാളികൾ പറഞ്ഞതാണ്. നീ എവിടെ പോയിക്കാതെ അത് നമ്മളറിയണ്ട. പക്ഷേ ഇവിടെ നിന്ന് നീ എന്ത് കയറ്റണമെങ്കിലും നീ ഇവിടെ നിന്ന് വാരി മാറ്റി വേറെ ഒരിടത്ത് ബിസിനസ് ചെയ്യണമെങ്കിൽ പോലും ഇവിടെ നിന്ന് കയറ്റുന്നെങ്കിൽ നമ്മൾ തന്നെ കയറ്റും. അവർ തന്നെ കയറ്റണമെന്നാണ് അവരെ അറിയാം. പണിയെടുക്കാതെ ജീവിക്കുക എന്നൊരു മാർഗമായിരിക്കും തന്നെയാണ്, സംശയമില്ല. ജോലിയുള്ള ആൾക്കാരുണ്ട്. ഓട്ടോ തൊഴിലാളി, ഹോട്ടലുടമ ഈ യൂണിയനിലുണ്ട്. ഇവരെല്ലാം അവർക്കെല്ലാം പക്ഷേ ഇങ്ങനെ ഏറ്റവും മറ്റു ജോലി ചെയ്യുന്നവർക്ക് ഈ യൂണിയൻ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പാടില്ലെന്നാണ്. കാര്യം വേറെ ജോലി ചെയ്യുന്ന ആൾക്ക് ഈ യൂണിയൻ കാർഡ് കൊടുക്കുകയോ അല്ലെങ്കിൽ ആ യൂണിയനിൽ വർക്ക് ചെയ്യാനോ സാധിക്കില്ലെന്നാണ് എൻ്റെ അറിവ്. എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ട്. അതായത് CATU BMS രണ്ട് ഇതിലും ഉള്ളവരുണ്ടോ? എനിക്ക് കാർഡുള്ളതാണ് ഞാൻ. പക്ഷേ അവിടെ ലോഡിങ്ങിന് ഒന്നിനും പോകുന്നില്ല. എൻ്റെ ഏരിയയിലുണ്ട് ഉള്ളതാണ്. ഞാൻ നമ്മൾ ജോലിക്ക് പോകുമായിരുന്നു. പക്ഷേ ഇങ്ങനെ പരിക്ക് പറ്റിയതിന് ശേഷം ആണ് പിന്നെ KSFBയിൽ നിന്ന് ചിട്ടി പിടിച്ച് 3 ചിട്ടി 45,000 മാസം അടയ്ക്കണം. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ യൂണിയൻ ബാങ്കിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ ഈ ഓണത്തിന് തന്നു ലോണ്. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടു, ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ അവർ നല്ല കാര്യമായിട്ടാണ് സഹകരിച്ച് 10 ലക്ഷം രൂപ ലോണ് തന്നു. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ അടവ് ഭയങ്കരം. അതിനൊരു 12,600 അടവുണ്ട്. എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. പക്ഷേ എല്ലാം കൂടെ ഞാൻ റോൾ ചെയ്ത് പോകുന്നുണ്ട്. കാരണം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് മാക്സിമം എല്ലാം ചെയ്യുന്നത്. വർക്ക് പിടിച്ചും വർക്കെടുത്ത് ചെയ്യാറുണ്ട്. ചോദിക്കുന്നവർക്ക് സാധനം കൊടുത്തും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പാർട്ടിക്കാർ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? എന്തെങ്കിലും കോംപ്രമൈസ് ചർച്ചയ്ക്കോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ആരും വന്നില്ല. വേറെ വിളിച്ച് തിരക്കിയതുമില്ല. പാർട്ടിയിലെ ഈ യൂണിയനിൽ മുകളിലോട്ടിരിക്കുന്ന അങ്ങനെ ആരും വിളിച്ച് ഈ ഒരു പ്രശ്നത്തെ വ്യാപാരി വ്യവസായികൾ ബന്ധപ്പെടാറുണ്ട്. അവർ നമ്മുടെ നല്ല സഹകരണമാണ്. അല്ലാതെ ആരും അങ്ങനെ സംസാരിക്കാറില്ല. ഫസ്റ്റ് ഞാൻ തുടക്കത്തിൽ ഇവിടുത്തെ വാർഡ് മെമ്പർ ജ്ഞാനദാസ് എന്ന് പറയുന്ന വാർഡ് മെമ്പറാണ് വിളിച്ചിട്ട് പോയത് അവരോട് സംസാരിക്കാൻ. പുള്ളിയും അവരെല്ലാം പാർട്ടിക്കാരല്ലേ, അവർക്ക് പാർട്ടിക്ക് വേണ്ടിയല്ലേ. യൂണിയൻ എന്ന് പറയുന്നത് പാർട്ടിക്ക് വേണ്ടിയാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്കൊന്നും യൂണിയൻ്റെ ആവശ്യമില്ല. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഞാൻ അറിഞ്ഞത് നമ്മൾ തമിഴ്നാട്ടിലോട്ടൊന്നും പ്രശ്നമില്ല. അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചാൽ നമുക്ക് കാശ് ചിലവുണ്ട്. എനിക്ക് ഇതുപോലെ ഒരു ഷെഡൊക്കെ ഇട്ടെടുക്കുന്നെങ്കിൽ നല്ല കാശ് ചിലവാണ്. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ കിട്ടിയത് കൊണ്ട് വന്നു. ഇത്രത്തോളം ആവും എന്നുള്ള പ്രതീക്ഷയില്ല. ഇനി അവരാരെങ്കിലും കോംപ്രമൈസിന് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നിലപാട്? എനിക്ക് ലേബർ കാർഡ് വേണം. ഇവരെല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞാൻ 2-3 വരെ ലേബറിൽ അന്ന് ഇതിനു മുമ്പ് ഒരിക്കൽ പ്രശ്നമായപ്പോൾ ലേബറിൽ പോയതാണ്. കംപ്ലൈൻറ്റ് കൂടെ ഞാനും പോയി. അവരും കംപ്ലൈൻറ്റ്. എനിക്കറിയില്ല ഇങ്ങനെ രജിസ്റ്റർ ചെയ്യണം. ഞാൻ ഒരു ബിസിനസ്സുകാരനല്ല. കാരണം നമ്മൾ ആദ്യമായിട്ട് തുടങ്ങി. ഇപ്പം ഇങ്ങനെ നമുക്കൊരു 2 തൊഴിലാളികളെ വയ്ക്കാം, എങ്ങനെയൊക്കെ ചെയ്യാമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ലേബറിൽ പോയപ്പോൾ അവിടുത്തെ ഓഫീസർ പറഞ്ഞു, നിങ്ങൾ 2 പേരെ രജിസ്റ്റർ ചെയ്ത് കാർഡ് എടുക്കാം. പക്ഷേ അതിന് കടമ്പയുണ്ട്. അവിടെ നിന്ന് അവരെ വിളിച്ച് ചർച്ചയ്ക്ക്, ഇവിടുത്തെ തൊഴിലാളികളെ വിളിച്ച് ചർച്ചയ്ക്ക് വെച്ച് തരാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ രജിസ്റ്റർ ചെയ്തു. ഈ പ്രശ്നം വന്നപ്പോൾ അവർ പറഞ്ഞു ഇങ്ങോട്ട് വരാം, ഓണമാണ്, ഇത്തിരി തിരക്കാണ്, അതിനിടയ്ക്ക് പെട്ടെന്ന് തന്നെ വരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതുവരെയ്ക്കും വന്നില്ല. പക്ഷേ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് കയറ്റാം, ഒരു കോംപ്രമൈസ് ആകുന്നത് വരെ നിങ്ങൾക്ക് ലോഡ് കയറ്റാം, അവർ വന്ന് അവർക്ക് കൊടുക്കണം. ഞാൻ സമ്മതമാണെന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോഴെല്ലാം ഞാൻ കയറ്റിയാലും ഇറക്കിയാലും കാശ് കൊടുക്കാറുണ്ട്. കുഴപ്പമില്ല, ഇങ്ങനെയാണല്ലേ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വെക്കോ. പക്ഷേ പിന്നെ അത് പറ്റില്ല. കാര്യം അവർ ചോദിക്കുന്ന ഒരു എമൗണ്ട് അല്ല, അവർ ചോദിക്കാൻ വലിയൊരു എമൗണ്ട് ആയിരിക്കും. കയറ്റാൻ എനിക്ക് കയറ്റി കൊടുക്കാൻ പറ്റില്ല. കാരണം റിസ്ക് ആണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇറക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അവർ അത് അംഗീകരിക്കുന്നില്ല. ഇറക്കിയിട്ടുണ്ട്. കുറച്ചാൾ ഇറക്കി. അപ്പോൾ പറഞ്ഞു ഇനി നമുക്ക് ഒരു ദിവസം വിളിച്ചപ്പോൾ പറയുന്നു ഇറക്ക് വേണ്ട, നമുക്ക് കയറ്റ് മതി
അവർ മാറ്റി പറഞ്ഞു. കയറ്റ് തന്നെ നമുക്ക് നിർബന്ധം വേണം. എനിക്ക് അതെന്തുകൊണ്ടായിരിക്കും കയറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞാൽ പൈസ അധികം വരും. ഈ എണ്ണം ഇത് ടണ്ണേജിനാണ്, ഒരു ടണ്ണിന് ഇത്ര രൂപ. പക്ഷേ ഇത് എണ്ണത്തിനാണ്. ഒരു എണ്ണത്തിന് നമ്മൾ ഈ ടണ്ണേജിന് ഇറക്കുന്ന സാധനം അടുത്ത് ചെറിയ റോളായി അടിച്ച് വണ്ടി കയറ്റുന്നതാണ്. അപ്പോൾ ഒരെണ്ണത്തിന് പൈസയാവും, കാശ് കൊടുക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഭീഷണി ഉണ്ടോ അവിടെ നിന്നെങ്കിലും ആരെങ്കിലും? അത് അന്നോട്ടെ ഭീഷണിയാണ്. നീ എടുത്തിട്ട് പൊയ്ക്കോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നീ ഇവിടെ നിന്ന് പോയാലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നീ എപ്പോഴും ഉണ്ടാകില്ല എന്നാണ് അവരുടെ ഭീഷണി. അപ്പോൾ ഈ മുന്നോട്ട് ഇനി എങ്ങനെ ആയിരിക്കും മുമ്പോട്ട്? ഇപ്പോൾ ഈ ഭീഷണിയും കാര്യങ്ങളും പോലീസ് ഒരു തീരുമാനം ചെയ്യുന്നില്ല, പാർട്ടിക്കാരൊന്നും ചെയ്യുന്നില്ല, യൂണിയൻകാരും ഇടപെടുന്നില്ല. വലിയ ബന്ധങ്ങൾ, നമുക്കിതിൻ്റെ വലിയ ബന്ധങ്ങളില്ല, സാധാരണക്കാരാണ്. അപ്പോൾ എന്താണ് ഇനി അടുത്ത നടപടിയെന്നറിയില്ല. കോംപ്രമൈസ് എന്തായാലും ഇനി അവർക്ക് കൊടുക്കാൻ താല്പര്യമില്ല. എനിക്ക് തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം ഞാനാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. എല്ലാവർക്കും ഇറക്കുന്നതായിരുന്നാലും കയറ്റുന്നതായിരുന്നാലും ഇവർ കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇത് എല്ലാം ചെക്ക് ചെയ്താൽ അറിയാം. എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കഴുത്തിനുള്ള വേദന പ്രശ്നമാണ് ഇപ്പോഴാണ് കൂടി വരുന്നത്. ഇങ്ങനെ തിരിക്കണമെങ്കിൽ മൊത്തത്തിൽ തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥ. വേറെ വരുമാന മാർഗ്ഗമൊന്നുമില്ല. ഈ ഒരു വരുമാന മാർഗ്ഗം കൊണ്ടാണ് കുടുംബം പോകുന്നത്. 5 സെന്റ് ഒരു വീടുണ്ട്, ഭാര്യയും 2 പെൺമക്കളുണ്ട്. 2 പെൺമക്കളും വൈഫും 5 സെന്റുമാണ് ഉള്ളത്. ഈ ഒരു വരുമാനം കൊണ്ടാണ് വരുമാനം ആയി തുടങ്ങിയില്ല. ഇവർ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഇത് കിട്ടുന്നതെല്ലാം ലോൺ അടയ്ക്കാനും വരുമാനം കിട്ടുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിന് നമുക്ക് മിച്ചം പിടിക്കാനും പറ്റുന്നില്ല. അതാണിപ്പം ഭയങ്കര ബുദ്ധിമുട്ട്. പുറത്തുള്ള 2-3 പേരുടെ സ്വർണ്ണമൊക്കെ വാങ്ങി പണയം വെച്ചും വൈഫിൻ്റെ സ്വർണ്ണമെല്ലാം വിറ്റ് അങ്ങനെ, കാരണം ഒരു 6-7 മാസം ബിസിനസ് നടന്നില്ല. ഈ കടം തീർക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയാണ് ഇത്രത്തോളം കടമായി പോയത്. ഏകദേശം 25-30 ലക്ഷം രൂപ ഇപ്പം കടമുണ്ട്. ഞാൻ അവരോട് പലപ്പോഴും പറഞ്ഞു, എനിക്ക് ഇത്രയും കടമാണ്, നിങ്ങൾ അതിന് വേണ്ടി എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുതെന്ന് പറഞ്ഞു. അതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. അതായത് തൊട്ടടുത്തൊരു ബ്രഷ് കമ്പനിയുണ്ട്, അത് മുകളിലിരിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾ അവിടെ പോകുന്നില്ല? അത് 2-3 പെണ്ണുങ്ങൾ വന്നിരുന്ന് ചെറുതായിട്ട് ചെയ്യുന്ന കമ്പനി വർക്കാണ്. അത് ഒന്നുമില്ല, അത് നമുക്ക് വർഷം അതിനുള്ള നമുക്ക് കിട്ടുന്നുണ്ട് എന്നാണ് അവർ കിട്ടുന്നുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ബന്ധുക്കളും സഹോദരിമാരെല്ലാം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. വലിയ കമ്പനിയാണ്, അത് തിരിഞ്ഞു നോക്കി അറിയാം. വലിയ കമ്പനിയാണ്, ബ്രഷ് കമ്പനി എന്നേ ഉള്ളൂ. പക്ഷെ അത് നിസ്സാരമാണെങ്കിലും ലോഡ് കയറ്റി പോകുമ്പോൾ അത് വലിയ ലോഡ് തന്നെയാണ്. അത് പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ പ്രശ്നമാണ് അത്. ഇവിടെ ഉള്ളവർക്ക് അവർ ജോലി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പുറത്തുനിന്ന് വന്ന് ചെയ്യുന്നതാണ്. ഇതാണ് അവരുടെ സംസാരം. എനിക്ക് ലേബർ കാർഡ് കിട്ടണം. എങ്ങനെ? ലേബർ കാർഡ് എനിക്ക് അപേക്ഷിച്ച 2 പേർക്കും എനിക്ക് ലേബർ കാർഡ് കിട്ടണം. സ്വന്തമായിട്ട് ജോലി ചെയ്യുന്ന 2 പേർക്ക് ലേബർ കാർഡ് കിട്ടണം. അപേക്ഷിച്ചിട്ടുണ്ട്, ഞാൻ ഓൺലൈനിൽ അപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അത് യൂണിയൻകാരുടെ സമ്മതവും കൂടെ ഉണ്ടെങ്കിലല്ലേ. അവരുടെ സമ്മതം നിയമപരമായിട്ട് അങ്ങനെ ഉണ്ടോ? യൂണിയൻകാരുടെ സമ്മതം വേണം എന്നുണ്ടോ എന്നാണ് പറയുന്നത്. അത് ശരി. അവരുടെ ചർച്ചയ്ക്ക് വെക്കുമ്പോൾ എന്തായാലും ഇത് റിജക്റ്റ് ആവേ ഉള്ളൂ. റിജക്റ്റായി നമുക്ക് കോടതി വഴിയെ വാങ്ങാൻ പറ്റൂ എന്നാണ് പറയുന്നത്. എന്ത് നിയമമാണെന്നറിയില്ല. കേരളത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു നിയമമുള്ളൂ. അതുകൊണ്ടാണ് വലിയ ബിസിനസ്സുകളൊന്നും അധികം സംരംഭങ്ങളൊന്നും ആരും തുടങ്ങാത്ത. ഞാൻ തമിഴ്നാട്ടിലാണ് നോക്കിയത്. പക്ഷേ ഇങ്ങനെ ഒരു കട കിട്ടിയില്ല. സ്ഥലം കിട്ടും, അത് കടയാക്കി എടുക്കണമെങ്കിൽ 5-6 ലക്ഷം രൂപ ഞാൻ വേറെ കാണണം. അതുകൊണ്ട് നല്ലൊരു പൈസ ആവൂലേ? ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ സ്ഥലം എടുത്ത് കട ചെയ്ത് എങ്ങനെ വാടക കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം ഷിഫ്റ്റ് ചെയ്യണമെന്ന് വിഷയമല്ല. പക്ഷേ സ്ഥലം എടുത്ത് കാശ് ചിലവാണ്. എന്തായാലും പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സോൾവ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ശരിയെന്നാ.